എന്റെ നോറ, നീ അവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കാതൊന്ന് പെട്ടെന്ന് വാ. നിനക്ക് ഒരുക്കം കണ്ടാ തോന്നുന്നില്ല നിന്റെ പെണ്ണുങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണ്. എന്റെ സ്റ്റേജ് ഒരു 2 മിനിറ്റ് നീ ഇങ്ങനെ ഇടുന്ന ദേഷ്യപ്പെടുന്നത്. ഓ ഒന്ന് വേഗം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഹായ്, ഞാനാണ് നൂറ. നൂറ ആഫ്രി, നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം 22 വയസ്സ്. അതേ സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ എൻ്റെ ഫസ്റ്റ് ലവിനെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ 22ാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ലവിനെ കിട്ടുന്നത്. അപ്പം നമുക്ക് ആ കഥയിലോട്ട് പോകാം. ഞാൻ പോവാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയി. അയ്യോ, ബാക്കി നമുക്ക് വഴിയെ പറയാട്ടോ. എൻ്റെ സേവി ഇതാ പോകുന്നു. എന്നോട് മൊത്തത്തെ ഒരു ശബ്ദ കോലാഹലം. എൻ്റെ മോള് ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മുടെ PG ഡോക്ടറെ കാണായിരുന്നു. നീ മിണ്ടല്ലേ, അല്ലേലും ഞാൻ നിന്നോട് പറഞ്ഞതാ നേരത്തെ ഇറങ്ങാൻ. ഒരു ദിവസം പോലും നേരത്തെ എത്തണമെന്നില്ലല്ലോ. ഷോ, എന്നാലും എല്ലാവരും പറഞ്ഞു കേട്ടതല്ലാതെ ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. ഈ സ്വഭാവത്തിന് മിക്കവാറും കാണാൻ പറ്റിയത് തന്നെ. ഇന്ന് പ്രസംഗിക്കാതെ ലാബിലോട്ട് കയറാൻ നോക്കണേ. ഇവിടെ വന്നിട്ട് കാര്യമില്ല. സേജിലും നൂറയും മറ്റ് സുഹൃത്തുക്കളും അവർ ഡിപ്പാർട്ട്മെൻറ്റ് വാതിൽക്ക് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് കുറേ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് ആരുടെയോ സാന്നിധ്യം പിടിച്ചു പറ്റാൻ നോക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരാണ് വരുന്നതെന്ന് അറിയാൻ അവൾ തലയുയർത്തി നോക്കി. Lo voy a negar. Estamos claros y ya. No te lo voy a. അതെ, അവൾ അവനെ ആദ്യമായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കണ്ടു. ഒത്തിരിയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നതിന് മുൻപ് അവൻ അവിടെ നിന്നും പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സേജൽ, ഞാൻ നേരത്തെ ഇറങ്ങുവാണ്. എനിക്ക് ഷോപ്പ് വരെ കയറാറുണ്ട്. ഓക്കേടി, കറക്റ്റ് ടൈമിൽ ഹോസ്റ്റലിൽ എത്തിയേക്കണം. ആടി, ബൈ. നൂറ സീരിയസ് ഇഞ്ചുറിയാണ്. സോറി, സർജറി വേണം. പേരൻസ് ഓൺ ദ വേ ആണ്. എന്റെടി, നിനക്കൊക്കെ ലിപ്സ്റ്റിക് എങ്കിലും ഇടിയിപ്പിക്കായിരുന്നു. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ മൊത്തത്തിൽ ബസ്സായിട്ടുണ്ട്. അതെ, അവൾ അറിയാതെ തന്നെ അവനെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു സർജറി. ഇപ്പോൾ അവൾ കോഴിക്കോട്ടുള്ള അവളുടെ സ്വന്തം വീട്ടിലാണ്. എന്തായാലും അയാളെ വളയ്ക്കാൻ ടൈപ്പ് കോമ്പറ്റീഷൻ നടക്കുക. ഞാനൊരു കൈ നോക്കുന്നത് തെറ്റില്ല. പക്ഷെ എന്താ ഇപ്പം ചെയ്യുക? അവൾ തല പുകച്ച് ആലോചിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൾക്കൊരു ഐഡിയ കിട്ടി. ഇൻസ്റ്റ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാളെ ഫോളോ ചെയ്ത് അയാൾക്ക് മെസ്സേജ് അയക്കാം. ഓൾ സെറ്റ്.
ഇത് 7 വേർഡ്സ് അല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ ഞാൻ ആ ചാറ്റ് ക്ലോസ് ആക്കി. എൻ്റെ സർജറി ഡേ എത്തിച്ചേർന്നു. ഒരു പുതിയ സ്റ്റാർട്ടിങ് ആവുമെന്ന് കരുതി ഞാൻ എൻ്റെ ഇൻസ്റ്റയിലെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റി. അത് എൻ്റെ ഒരു ഫേസ്ലെസ് പിക്ക് തന്നെയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബാഗി ക്ലോത്ത്സ് ഇട്ടിട്ടുള്ളത്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒരു സർജറിക്ക് വേണ്ടി ഇത്രയും എക്സൈറ്റഡ് ആവുന്നത്. എൻ്റെ റബ്ബേ, എന്താടി, എന്തു പറ്റി? അല്ല, ഒന്നുമില്ലമ്മ. പെട്ടെന്ന് എന്തോ സർജറിയെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോ ഇങ്ങനെ അതാ. അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട മോളെ, എല്ലാം പഠിച്ചോ കാത്തോളൂ. കാത്താ മതിയായിരുന്നു. ഹോസ്പിറ്റലിൽ തൊട്ട സേജുവിനെ വിളിക്കാൻ. ഡീ, നിങ്ങൾ എവിടാ? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ലടി, ഇപ്പം ഇറങ്ങും, ഒരു 5 മിനിറ്റ്. എന്താടി? എടി, അവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്കൊരു ഡ്രസ്സ് എടുത്തോണ്ട് വരണം. അതെന്താ, നീ ഡ്രസ്സൊന്നും ഇടാനാണോ വന്നേ? ഓക്കെ, ഇത് തമാശ പറയാനുള്ള സമയമല്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എടി, ഞാൻ നിന്നോട് പുള്ളിക്ക് ഇൻസ്റ്റ മെസ്സേജ് കാര്യം പറഞ്ഞില്ലായിരുന്നു? അതെല്ലാം കഴിഞ്ഞിട്ട് ആ ചാറ്റെല്ലാം ക്ലോസ് ആക്കി ഞാൻ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റി എൻ്റെ ഒരു ഫേസ്ലെസ് മിറർ പിക്ക് ഇട്ടേക്കുന്നത്. പക്ഷേ ഇപ്പം ആ മിറർ പിക്കിലുള്ള സെയിം ഡ്രസ്സ് തന്നെ ഞാൻ ഇപ്പോൾ സർജറിക്ക് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. അതാ ഞാൻ നിന്നെ വിളിച്ചേ. എന്തായാലും ഞാൻ ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാം, നീ ഫോൺ വെച്ചോ. ആടി. പക്ഷേ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഡോക്ടർ വന്ന ഉടനെ അവളെ അകത്തേക്ക് വിളിച്ചു. ഇയാളിപ്പോൾ എവിടാണ്? ഇതൊന്നും കാണുന്നില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റും നോക്കി. ആ, ദാ വരുന്നു അവളുടെ ഫയലും പിടിച്ചുകൊണ്ട്. പഠിച്ചോനെ, ഇപ്പം അറസ്റ്റ് വരും. പക്ഷേ അയാളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു അയാളുടെ പെരുമാറ്റം. ഓ, അയാളൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. ഡെയിലി കുറേ പെൺപിള്ളേർ കുറേ നടക്കുന്നുണ്ട്. അതിലൊരാളാണ് ഞാനും. അത്ര തന്നെ. അങ്ങനെ സർജറി കഴിഞ്ഞ് 3 അവർ ഒബ്സർവേഷൻ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു നമ്മുടെ കക്ഷി. എൻ്റെ അടുത്തുള്ള പേഷ്യൻറ്റിനെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ, താൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ലൈറ്റ് ഫുഡേ കഴിക്കാവൂ, ടാബ് എടുക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി പറ, എന്തായിരുന്നു ആ 8th വേർഡ്? ആ ചോദ്യം കേട്ട് അപ്പോൾ തന്നെ ഭൂമി താഴോട്ട് പിളർന്നു പോയിരുന്നെങ്കിലെന്ന് അവൾക്ക് തോന്നി. എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അവൾ അവളുടെ റിയൽ ഇൻസ്റ്റ അക്കൗണ്ടിലൂടെ ഡോക്ടറിന് മെസ്സേജ് അയച്ചു. നൂറ ഒരു എസ്തറ്റിക് ഇൻസ്റ്റാഗ്രാമർ ആയിരുന്നതുകൊണ്ട് തന്നെ അവളുടെ പോസ്റ്റുകളും ഹൈലൈറ്റുകളും എല്ലാം ഡോക്ടറിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ പതിയെ അവർ ചാറ്റിംഗ് ആയി, കോളായി. അങ്ങനെ ദിവസം കഴിയുന്തോറും അവരുടെ പ്രണയം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ അത് ഇതുവരെ ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே தகுமா?
ഡോക്ടറല്ലേ നിൽക്കുന്നേ? നോക്കിക്കേ, എന്താ സംസാരം? ഇതിനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് തന്നെ വരുമല്ലോ. എന്താ മേഡം, ഭയങ്കര ചിന്തയിലാണല്ലോ. എന്ത്? എനിക്ക് ചിന്തിച്ചൂടെ? കലിപ്പാണല്ലോ, എന്ത് പറ്റി? എനിക്കാരുടെ വലിപ്പൊന്നുമില്ല. ഡോക്ടർ പോവാൻ നോക്ക്. അത് കൊള്ളാം. ഡോക്ടർ പോവാൻ നോക്ക്. അവിടെ ഒത്തിരി പേഷ്യൻ്റ് ഉള്ളതല്ലേ, അവർക്ക് പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നോക്ക്. ഇവിടെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ പോകുന്നു. രോഗം എന്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചികിത്സിക്കായിരുന്നു. ഇയാൾക്ക് സംസാരിക്കണേ റോസിനോട് പോയി സംസാരിക്കുക. എന്തിനാ ഇപ്പം എന്നോട് വന്ന് സംസാരിക്കുന്നേ? അവളുണ്ടല്ലോ, അവളോടായിരുന്നല്ലോ എനിക്ക് ഫുൾ ടൈം വർത്താനം. ഓ, അപ്പോൾ ഇതാണ് രോഗം. ഇതിൻ്റെ പേര് പൊസസീവ്നെസ് എന്നാ. പേടിക്കണ്ട, ഇതിന് കാര്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ തന്നെ ഉണ്ട്. എന്ത് ട്രീറ്റ്മെൻറ്റ്? ഹാ, അത് പറയാലോ. അതിനെന്തിനാ അടുത്തോട്ട് വരുന്നത്? ഹാ, ഒന്നും മിണ്ടായിരിക്കേ. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ കട്ടിൽ വരി പോട പോടിടാ വരിയെ കട്ടി വിട്ട് കട്ടിപ്പൂടിടാ കട്ടിൽ വരി മുത്തം താനടാ വരിയെ മിച്ചമിன்றி കട്ടി മൂടിടാ കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ எந்த இடத்தில் சுகம் மிக அதிகம் கண்டுபிடிப்பேன் 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 அந்த இடத்தில் நண்டு பிடிப்பேன். ഹലോ. ഹാ, എണ്ണീച്ചില്ലേ ഇതുവരെ? ഇത് വലിയ കഷ്ടമാണല്ലോ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ആ, ഇങ്ങോട്ട് വരുമായിരുന്നേ നമുക്ക് ഒരുമിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. അയ്യടാ, ഒന്ന് വെച്ചിട്ട് പോയേ, എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ, ഇവിടെ വന്നിട്ടാകാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പുതിങ്ങേ മനസ്സിരിക്കട്ടെ. എന്തായാലും നീ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് പുറത്തൊക്കെ പോയി ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ 7 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. ആ, എന്തായാലും ഞാൻ 10 മിനിറ്റ് കിടന്നിട്ട് ഒരുങ്ങിയിട്ട് എന്നെ വിളിക്കാം. കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഹോസ്റ്റലിൻ്റെ വാതിൽക്ക് വന്നിരിക്കും കേട്ടോ. ആ, ഓക്കെ ഓക്കെ, ഞാൻ കിടക്കട്ടെ.